ഹലോ ഫ്രണ്ട്സ്, സക്സസ് അക്കാഡമിയുടെ പുതിയൊരു ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം SSCയുടെ MTS എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ, അതായത് 2024 MTS നോട്ടിഫിക്കേഷൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എല്ലാവർക്കും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ SSC MTS എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ, അതായത് സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗ്രൂപ്പ് സി കാറ്റഗറിയിൽ സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ഗ്രൂപ്പ് സി കാറ്റഗറിയിൽ വരുന്ന, അതായത് നോൺ ഗസറ്റഡ് പോസ്റ്റുകളിലേക്ക് ഉള്ള MTS, അതായത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫും, പിന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്, സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് എന്നിവിടങ്ങളിലേക്കുള്ള ഹവിൽദാർ പോസ്റ്റുകളിലേക്കുമാണ് ഈ പറയുന്ന SSC MTS എക്സാമിനേഷൻ വഴി നിയമനം ലഭിക്കുന്നത്. നമ്മൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കണ്ടതാണ് ഇതിൻ്റെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് ഓൾറെഡി സ്റ്റാർട്ടായതാണ്. ജൂൺ 27 അത് സ്റ്റാർട്ട് ചെയ്തത്. ജൂൺ 27 മുതൽ ജൂലൈ 31 വരെയാണ് SSC MTS എക്സാമിനേഷനിലേക്കുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അത് SSCയുടെ പുതിയ വെബ്സൈറ്റ്, അതായത് www.ssc.gov.in, ഈ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഏതൊക്കെ ഡേറ്റുകൾക്കിടയിലാണ്? ജൂൺ 27-നും ജൂലൈ 31-നും ഇടയ്ക്കായിട്ടാണ് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നമ്മൾ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫോർ മേക്കിംഗ് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് വരുന്നത് ഓഗസ്റ്റ് 1. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ് പറയുന്നത്? 100 രൂപയാണ്. അതിൽ വിമൻ കാൻഡിഡേറ്റ്സിനും SC/ST കാൻഡിഡേറ്റ്സിനും പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി കാൻഡിഡേറ്റ്സിനും ഫീസ് ഉണ്ടായിരിക്കില്ല. ബാക്കിയുള്ളവർക്കാണ് 100 രൂപ ഫീസ് ഓൺലൈനായിട്ട് അടക്കേണ്ടത്. അത് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റിൽ തന്നെ കൊടുക്കാവുന്നതാണ്. പക്ഷേ ലാസ്റ്റ് ഡേറ്റ് പറയുന്നുണ്ട്, അത് ഓഗസ്റ്റ് 1. പിന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഏകദേശം ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസങ്ങളിലായിട്ടായിരിക്കും അവർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചേഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം, SSC MTSന് പറഞ്ഞിരിക്കുന്ന വേക്കൻസി 4887 ആണ്. സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വിവിധ ഗ്രൂപ്പ് സി കാറ്റഗറിയിൽ വരുന്ന പോസ്റ്റുകളിലേക്ക് ഉള്ള MTSൻ്റെ വേക്കൻസീസ് പറയുന്നത് ഇപ്പോൾ പറയുന്നത് 4887 ആണ്. ഹവിൽദാർ പോസ്റ്റ്, അതായത് CBIC ആൻഡ് CBN ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ഹവിൽദാർ പോസ്റ്റുകളിലേക്ക് പറയുന്നത് 3439 വേക്കൻസിയും. പിന്നെ ഇതിൻ്റെ എക്സാം, ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെയും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെയും അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൻ്റെയും ബേസിസിലായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് അതായത് MTS എക്സാമിന് MTS പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ബേസിസിലായിരിക്കും അവർക്ക് ജോലി കിട്ടുന്നത്. ഇനി ഹവിൽദാർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്കാണ് ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനും ഫിസിക്കൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ പാറ്റേൺ ആണ് ഈ പറയുന്നത്. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ 2 സെഷനായിട്ടാണ് നടക്കുന്നത്. അതിൽ ആദ്യത്തെ സെഷനിൽ നമുക്ക് വരുന്നത് ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റിയിൽ 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിങ്, അവിടെയും 20 ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 45 മിനിറ്റാണ് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നത്. അതിൽ ഈ 45 മിനിറ്റ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആകും. പിന്നെ സെഷൻ 2 ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. പിന്നെ സെഷൻ 1-ൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സെഷൻ 1 45 മിനിറ്റിന് ശേഷം ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ആവും. പിന്നെ സെഷൻ 2-ലാണ്. സെഷൻ 2-ൽ ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷനാണ് വരുന്നത്. അവിടെ 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഒരു സെഷൻ 2-ൽ നമുക്ക് വരുന്നത്. അവിടെയും നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് എത്രയാണ്? 45 മിനിറ്റ് തന്നെയാണ്. ടോട്ടൽ 90 മിനിറ്റ് ആണ് ഈ ഒരു എക്സാമിനേഷൻ ഡ്യൂറേഷൻ. അതിൽ 45 മിനിറ്റ് ആദ്യത്തെ സെഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ആണ് കിട്ടുന്നത്. സെഷൻ 2-ൽ 45 മിനിറ്റ്. പിന്നെ നോക്കുന്നൊരു കാര്യം, സെഷൻ 1-ൽ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവില്ല. സെഷൻ 2-ലാണ്, അതായത് ജനറൽ അവയർനെസ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ആ ഒരു സെഷനിലാണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. അത് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓരോ ശരി ഉത്തരത്തിന് 1 മാർക്ക് എന്ന രീതിയിലായിരിക്കും അവിടെ
ഓരോ തെറ്റുത്തരത്തിനും ഒരു മാർക്ക് എന്ന രീതിയിലായിരിക്കും നെഗറ്റീവ് മാർക്ക് വരുന്നത്. ഓരോ ശരി ഉത്തരത്തിനും നമുക്ക് 3 മാർക്ക് വീതമാണ് കിട്ടുന്നത്. ഓരോ ശരി ഉത്തരത്തിനും 3 മാർക്ക് വീതമാണ് കിട്ടുന്നത്. ടോട്ടൽ 90 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സാധാരണ 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ MTS എക്സാമിനേഷന് 90 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ടോട്ടൽ ഉണ്ടാവുന്നത്. ടോട്ടൽ മാർക്ക് എത്രയായിരിക്കും? 270-ലായിരിക്കും ടോട്ടൽ മാർക്ക് വരുന്നത്. ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിങ്ങിൽ ടോട്ടൽ 40 ക്വസ്റ്റ്യൻസും പിന്നെ ജനറൽ അവയർനെസ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ 50 ക്വസ്റ്റ്യൻസ്. അങ്ങനെ 90 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ. 270 ആയിരിക്കും മാക്സിമം മാർക്ക്. 90 മിനിറ്റ് ആണ് ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ടോട്ടൽ ഡ്യൂറേഷൻ. പിന്നെ ഈ ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി സെഷൻ 1ഉം സെഷൻ 2വിലെ ഈ ജനറൽ അവയർനെസ് ഫസ്റ്റ് പാർട്ടും നമുക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ 13 റീജിയണൽ ലാംഗ്വേജസിൽ അവൈലബിൾ ആണ്. ഇതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും. ബാക്കിയുള്ള സെഷൻ 1ലെ 2 ടോപ്പിക്കുകളും 2 സബ്ജക്റ്റുകളും സെഷൻ 2വിലെ ജനറൽ അവയർനെസ് നമുക്ക് ഇംഗ്ലീഷ്, ഹിന്ദി അല്ലെങ്കിൽ മറ്റ് റീജിയണൽ ലാംഗ്വേജസ് 13 റീജിയണൽ ലാംഗ്വേജ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ റീജിയണൽ ലാംഗ്വേജിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും. ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഹവിൽദാർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റിന് മാത്രം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന മെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്നത് ഇതാണ്. വാക്കിംഗ് ആണ്. വാക്കിംഗ് 1600 മീറ്റർ ഇൻ 15 മിനിറ്റ്. 1600 മീറ്റർ 15 മിനിറ്റ് കൊണ്ടാണ് നടന്ന് തീർക്കേണ്ടത്. പിന്നെ ഫീമെയിൽസിനാണെങ്കിൽ 1 കിലോമീറ്റർ ഇൻ 20 മിനിറ്റ്സ്. 1 കിലോമീറ്റർ 20 മിനിറ്റ്സ് കൊണ്ടും അവർ കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണ് അളക്കുന്നതെന്ന് നോക്കുമ്പോൾ മെയിൽസിൻ്റെ ഹൈറ്റ് പറയുന്നത് 157.5 സെൻറ്റിമീറ്ററും ചെസ്റ്റിൻ്റെ എക്സ്പാൻഷൻ 81 സെൻറ്റിമീറ്ററും ആണ്. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് ഉണ്ടാവേണ്ടത് 152 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അവർക്ക് വെയിറ്റ് നോക്കുന്നത് 48 കിലോഗ്രാം ആണ്. അവർക്ക് ചെസ്റ്റിൻ്റെ എക്സ്പാൻഷൻ അല്ല, വെയിറ്റ് ആണ് നോക്കുന്നത്. 48 മിനിമം 48 എങ്കിലും ഉണ്ടാവണം. ഇതിൽ റിലാക്സേഷൻ പറയുന്നുണ്ട്. അത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ആവശ്യമായിട്ട് വരുന്ന കാൻഡിഡേറ്റ്സ് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. നമുക്ക് ഈ എക്സാമിനേഷൻ്റെ സിലബസിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ സിലബസ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ സിലബസ് ആണ് ആദ്യം നോക്കുന്നത്. ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റിയുടെ അതിൽ വരുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇറ്റ് വിൽ ഇൻക്ലൂഡ് ക്വസ്റ്റ്യൻസ് ഓൺ പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു ദ ഇൻറ്റിജേഴ്സ് ആൻഡ് ഹോൾ നമ്പേഴ്സ്. അപ്പോൾ ടോപ്പിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇൻറ്റിജേഴ്സ് ആൻഡ് ഹോൾ നമ്പേഴ്സ്, LCM ആൻഡ് HCF, ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പേഴ്സ്, ഫണ്ടമെൻ്റൽ arithmetic operations and board mass, percentage, ratio and proportions, work and time, direct and inverse proportions, averages, simple interest, profit and loss, discount, area and perimeter of basic geometric figures, distance and time, lines and angles, interpretation of single graphs and data, സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റിയിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇനി റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടോപ്പിക്കുകളിലായിരിക്കും നോക്കി. ആൽഫ ന്യൂമറിക് സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, അനലോഗി, ഫോളോയിങ് ഡയറക്ഷൻസ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, ജംബ്ലിംഗ്, problem solving and analysis, non-verbal reasoning based on diagrams, age calculations, calendar and clock. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ റീസണിങ് എബിലിറ്റിയിൽ കാണുന്നത്. അപ്പോൾ ഈ 2 ടോപ്പിക്കുകൾക്കും ഈ ഒരു സെഷൻ, അതായത് മാത്സിനും ഈ റീസണിങ്ങിനും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ മാക്സിമം പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പഠിക്കുക, അത് അറ്റൻഡ് ചെയ്യുക. ഇനി ജനറൽ അവയർനെസ്സിൽ സെഷൻ 2വിൽ വരുന്ന ജനറൽ അവയർനെസ്സിൽ വരുന്ന ടോപ്പിക്കുകൾ എങ്ങനെയാണ്? ബ്രോഡ് കവറേജ് ഓഫ് ദ ടെസ്റ്റ് വിൽ ബി ഓൺ സോഷ്യൽ സ്റ്റഡീസ്. സോഷ്യൽ സ്റ്റഡീസിൽ എന്തൊക്കെയാണ്? ഹിസ്റ്ററി, ജോഗ്രഫി, ആർട്സ് ആൻഡ് കൾച്ചർ, സിവിക്സ്, എക്കണോമിക്സ്. പിന്നെ ജനറൽ സയൻസ് ആൻഡ് എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ് അപ് ടു 10th സ്റ്റാൻഡേർഡ്. 10th സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ ഒരു ലെവലിലാണ് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, ആർട്ട് ആൻഡ്
കൾച്ചർ, സിവിക്സ്, എക്കണോമിക്സ് അത്രയുമാണ് സോഷ്യൽ സ്റ്റഡീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ജനറൽ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് അപ് ടു 10th സ്റ്റാൻഡേർഡ്. അപ്പോൾ അതും ജനറൽ അവയർനെസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കുമ്പോൾ സിംഗിൾ ലൈനിൽ അവർ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്, പക്ഷെ നമുക്ക് പഠിക്കാനായിട്ട് വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക ജനറൽ അവയർനെസ്സിൽ. ഈ ഒരു സെഷനിൽ നമുക്ക് ഓർക്കേണ്ട കാര്യം എന്താണ്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യുക. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷനിൽ വരുന്നത് ഇങ്ങനെയാണ്. വൊക്കാബുലറി ഉണ്ടാവും, ഗ്രാമർ, സെൻറ്റൻസ് സ്ട്രക്ചർ, സിനോണിംസ്, ആൻറ്റോണിംസ് ആൻഡ് ഇറ്റ്സ് കറക്റ്റ് യൂസേജ്. And to test the comprehension, simple paragraph may be given and the questions based on the paragraph to be asked. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാരഗ്രാഫ് കോംപ്രിഹെൻഷൻ, റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ടാവും. പിന്നെ വൊക്കാബുലറി ഒരു എന്താ പറയുക, അത് വളരെ ഒരു അനന്തമായിട്ടുള്ളൊരു സാഗരം തന്നെയാണ് വൊക്കാബുലറി. അപ്പോൾ എത്രയും വേർഡ്സ് ഓരോ ദിവസം പഠിക്കാൻ പറ്റുമോ അത്രയും വേർഡ്സ് ആണ് ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ ഗ്രാമർ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഗ്രാമർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഗ്രാമർ പോർഷനാണ് അവിടെ വരുന്നത്. ഇതെല്ലാം 10th ലെവൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കും, എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. പിന്നെ സ്ട്രക്ചർ ഓഫ് സെൻറ്റൻസ്, സിനോണിംസും ആൻറ്റോണിംസും അതുപോലെ തന്നെ അതിൻ്റെ കറക്റ്റ് യൂസേജസും. അപ്പോൾ ഇത്രയുമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ ടോപ്പിക്കിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ 2 ജനറൽ അവയർനെസ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. 1 മാർക്കാണ് ഓരോ തെറ്റുത്തരത്തിനും നമുക്ക് നഷ്ടപ്പെടുന്നത്. അത് ശരിയാവുകയാണെങ്കിൽ 3 മാർക്ക് വീതവുമാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്ത എല്ലാവരും ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്